വെൽക്കം ബാക്ക് ടു myclass.com. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇൻഫിക്സ് ടു പ്രിഫിക്സ് കൺവേർഷൻ ആണ്. സ്റ്റാക്ക് ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ പ്രിഫിക്സ് എക്സ്പ്രഷനാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഒരു 7 സ്റ്റെപ്സിലുണ്ട്. അതിൽ 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം കണ്ടീഷൻസ് നോക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾക്കൊരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ഉണ്ടാവും. ആ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഇപ്പൊ ലൈക്ക് എ പ്ലസ് ബി സ്റ്റാർ സി, ഇതിപ്പോ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള എല്ലാ ആപ്ലിക്കേഷനും നോക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് സ്കാൻ ചെയ്യും. ഏതെങ്കിലും ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ് ആണ്, അഥവാ നോർമൽ സ്കാനിങ് ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം ആദ്യം, അഥവാ സി സ്റ്റാർ. ഇപ്പൊ ഇവിടെ ഒരു ബ്രാക്കറ്റ് വന്നത് അത് അതുപോലെ എഴുതണം, തിരിച്ചെഴുതരുത്, ഇതുപോലെ തന്നെ എഴുതണം. പിന്നെ ബി പ്ലസ് എ ഇങ്ങനെ എഴുതണം. എന്നിട്ടാണ് നമ്മൾ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ സ്കാൻ ദ എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ക്ലിയർ? whenever the operand arrives, print them. നമുക്ക് ഒരു ഓപ്പറാൻഡ് ആണ് വരുന്നതെങ്കിൽ, നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഓപ്പറാൻഡ് വരുന്നതെങ്കിൽ നമ്മൾ അത് എക്സ്പ്രഷനിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു എ ആണ് വരുന്നതെങ്കിൽ അത് എക്സ്പ്രഷനിലേക്ക്, അതിന്റെ എക്സ്പ്രഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. ഇഫ് ദ ഓപ്പറേറ്റർ അറൈവ്സ്, ഓപ്പറേറ്റർ ആണ് അറൈവ് ചെയ്യുന്നതെങ്കിൽ, സ്റ്റാക്ക് എം ടി ആണെങ്കിൽ, നത്തിങ് ഈസ് ദർ ഇൻ ദ സ്റ്റാക്ക്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അങ്ങ് പുഷ് ചെയ്യുക. പുഷ് ദ ഓപ്പറേറ്റർ ഇൻ ടു സ്റ്റാക്ക്. If the operator arrives and the stack is found to be non-empty, stackൽ ഓൾറെഡി വേറെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ആ കണ്ടീഷൻസ്, ഇഫ് ദ ഇൻകമിംഗ് ഓപ്പറേറ്റർ ഹാസ്, നമ്മൾ വരുന്ന ഓപ്പറേറ്റർ ഹയർ പ്രസിഡൻസ് ആണെങ്കിൽ, വരുന്ന ആളാണ് ഹയർ പ്രസിഡൻസ്, അപ്പൊ കുഴപ്പമില്ല, താഴത്തെ ആളുകളുടെ മുകളിലായിട്ട് നിൽക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുഷ് ടു സ്റ്റാക്ക്. സെയിം പ്രസിഡൻസ് ആണെങ്കിലും പുഷ് ടു സ്റ്റാക്ക്. വിത്ത് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പുഷ് ടു സ്റ്റാക്ക്. ലോവർ പ്രസിഡൻസ് ദാൻ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, ലോവർ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മൾ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷനിൽ ലോവർ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മൾ പോപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരു ലോവർ വരുന്നത് ലോവർ ആണ്, ഓൾറെഡി സ്റ്റാക്കിലുള്ളതാണ് ഹയർ. അങ്ങനെ ആവുമ്പം അതിനെ ഇങ്ങനെ പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പോപ്പ് ആൻഡ് പ്രിന്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, അതിങ്ങനെ പ്രിഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഏതുവരെ? ടിൽ ഇറ്റ് ഫൈൻഡ്സ് ദ ഓപ്പറേറ്റർ ഓഫ് ദ ലോവർ പ്രസിഡൻസ് ഓർ സെയിം പ്രസിഡൻസ് ഇൻ ദ സ്റ്റാക്ക്. അപ്പോൾ ഇനി പിന്നെ ഒരു ലോവർ പ്രസിഡൻസോ അല്ലെങ്കിൽ സെയിം പ്രസിഡൻസോ ഉള്ള ഒരു ഓപ്പറേറ്ററെ കാണുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുള്ളത്, ഇഫ് ദ ഇൻകമിംഗ് ഓപ്പറേറ്റർ ഹാസ് ദ സെയിം പ്രസിഡൻസ് വിത്ത് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കും ഇൻകമിംഗ് ഓപ്പറേറ്ററും സെയിം പ്രസിഡൻസ് ആണെങ്കിൽ പുഷ് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷെ സെയിം ആണ്, ബട്ട് ദ ഇൻകമിംഗ് ഓപ്പറേറ്റർ എന്താണ്? എക്സ്പൊണൻഷ്യൽ ആണെങ്കിൽ, ദെൻ പോപ്പ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ടിൽ ദ കണ്ടീഷൻ ഇസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ പോപ്പ് ചെയ്യണം. അത് അധികം വരാനൊന്നും സാധ്യതയില്ല, എങ്കിലും വരികയാണെങ്കിൽ പോപ്പ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ടിൽ ദ കണ്ടീഷൻ ഇസ് ട്രൂ. ലോവറോ സെയിം ആവുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇഫ് ദ കണ്ടീഷൻ ഇസ് നോട്ട് ട്രൂ, അങ്ങനെ പോപ്പ് ചെയ്ത് പിന്നെ അടുത്ത ഒരു ഓപ്പറേറ്ററെ കിട്ടി, സെയിം അല്ല, ലോവർ ആണ്, ലോവർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററെ കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പുഷ് ചെയ്യുക. ഇനിയുള്ളത്, ഇഫ് ദ ഓപ്പറേറ്റർ ഈസ് നമ്മുടെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് വരുന്നെങ്കിൽ പുഷ് ചെയ്യുക. പിന്നെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് കിട്ടുകയാണെങ്കിൽ ആ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരെയുള്ള ആ എല്ലാ ഓപ്പറേഷനെയും പോപ്പ് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. നമ്മളൊരു ഓപ്പറേറ്റർ നോക്കുകയാണ്, ഓപ്പറേറ്റർ വെച്ചിട്ട് നോക്കുകയാണ്, ഒരു ഓപ്പറേറ്റർ വന്നു, ഓപ്പറേറ്റർ സ്കാൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഓപ്പറേറ്ററിനെ പുഷ് ചെയ്യുക വേണ്ടത്. വെറും ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുക. നമ്മൾ വരുന്ന ഓപ്പറേറ്റർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുക. വരുന്ന ഓപ്പറേറ്റർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുന്നവരെ നമ്മൾ പോപ്പ് ചെയ്യുക. നമ്മൾ ഒരു ഓപ്പറേറ്ററുമായിട്ട് വന്നു, അഥവാ അതിനകത്ത് ബ്രാക്കറ്റ് അല്ലാത്ത വേറെ ഓപ്പറേറ്ററുമായിട്ട് വന്നപ്പോൾ നമ്മുടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ വരുന്നത് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അപ്പൊ ഈ ഒരു കണ്ടീഷൻസ് എല്ലാം നല്ലപോലെ എഴുതി വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ഒരു ഇൻഫിക്സ് ടു പ്രിഫിക്സ് കൺവേർഷൻ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ വെൻ വി റീച്ച് ദ എൻഡ് ഓഫ് ദ എക്സ്പ്രഷൻ, പോപ്പ് ആൻഡ് പ്രിന്റ് ഓൾ ദ ഓപ്പറേറ്റേഴ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടിയതിനെ എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാക്കിലെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ പോപ്പ് ചെയ്ത് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യുന്നു.
ആ ഔട്ട്പുട്ട് ഒരിക്കലും നമ്മുടെ പ്രിഫിക്സ് എക്സ്പ്രഷൻ അല്ല. അതിനെ റിവേഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. റിവേഴ്സ് ദ ഔട്ട്പുട്ട്, ദെൻ ഓൺലി വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് പ്രിഫിക്സ് എക്സ്പ്രഷൻ. ക്ലിയർ? അപ്പം രണ്ട് റിവേഴ്സ് നടക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഒരു റിവേഴ്സ് നടത്തുന്നത് കാരണം നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിവേഴ്സ് ചെയ്തേ തീരും. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് അതിന്റെ എല്ലാ കണ്ടീഷൻസും നോക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നോക്കാം. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? കെ പ്ലസ് എൽ മൈനസ് എം സ്റ്റാർ എൻ പ്ലസ് ബ്രാക്കറ്റില് ഒ റേസ് ടു പി സ്റ്റാർ ഡബ്ല്യു ഡിവിഷൻ യു ഡിവിഷൻ വി സ്റ്റാർ ടി പ്ലസ് ക്യൂ. അത്യാവശ്യം വലിയൊരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് വി ആർ റിവേഴ്സിംഗ് ദിസ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ക്യൂ പ്ലസ് ടി സ്റ്റാർ വി ഡിവിഷൻ യു ഡിവിഷൻ ഡബ്ല്യു സ്റ്റാർ ദിസ് ബ്രാക്കറ്റ്. അപ്പൊ അത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ദിസ് ബ്രാക്കറ്റ് പി എക്സ്പോണൻഷ്യൽ ഒ ദിസ് ബ്രാക്കറ്റ് പ്ലസ് എൻ സ്റ്റാർ എം സബ്ട്രാക്ഷൻ എൽ പ്ലസ് കെ. ഓക്കെ, നമ്മൾ റിവേഴ്സ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ. സ്കാൻ ചെയ്യാനുള്ള സിമ്പിൾ ഇതാണ്. ഇനി നമ്മൾ ഓരോന്ന് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഇറ്റ് ഈസ് എൻ ഓപ്പറൻഡ് നമ്മുടെ എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യാം. ക്യൂ ആഡ് ചെയ്തു. ഇനി ഇതൊരു ഓപ്പറേറ്റർ ആണെങ്കിൽ ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി, ഒരു കുഴപ്പമില്ല, നമ്മൾ പ്ലസ് സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്തു. ഇനി വന്നിരിക്കുന്നത് ഒരു ഓപ്പറൻഡ് ആണ്. നമ്മൾ അത് എന്ത് ചെയ്തു? വീണ്ടും എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്തു. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമ്മൾ ഓപ്പറേറ്ററെ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്തു. കാരണം എന്താണ്? ഇയാളെ ലോവർ പ്രസിഡൻസ് ആണ്, ഇയാളെ ഹയർ പ്രസിഡൻസ് ആണ്. അപ്പൊ ഇങ്ങനെ പുഷ് ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഓപ്പറാൻഡ് ആണ് വി, അത് നമ്മൾ എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്തു. പിന്നെ വന്നിരിക്കുന്നത് ഡിവിഷൻ ആണ്. അപ്പൊ ഡിവിഷൻ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട? ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇത് സെയിം പ്രസിഡൻസ് ആണ്. സെയിം പ്രസിഡൻസ് ആണ് നമ്മൾ ഓൾറെഡി നോക്കിയ പല കൺവേർഷനിലും സെയിം പ്രസിഡൻസ് ആണെങ്കിൽ പോപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ സെയിം പ്രസിഡന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ സെയിം പ്രസിഡൻസ് ആണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യു വന്നു, പിന്നെയും ഒരു ഡിവിഷൻ വന്നു, അതും സെയിം പ്രസിഡൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും അത് പുഷ് ചെയ്തു. പിന്നെ വന്നിരിക്കുന്നത് ഡബ്ല്യു ആണ്. അപ്പൊ നമ്മൾ ഡബ്ല്യു എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്തു. പിന്നെ വന്നിരിക്കുന്നത് എന്താണ്? സ്റ്റാർ ആണ്. അപ്പൊ സ്റ്റാറും സെയിം പ്രസിഡൻസ് നമ്മൾ പുഷ് ചെയ്തു. ഇതുവരെ നമ്മളൊരു ഓപ്പറേറ്ററും പോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഈസ് അവർ ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പൊ ആ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പുഷ് ചെയ്യേണ്ടത്. ഒരു ഓപ്പറാൻഡ് വന്നു, അപ്പൊ നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഒരു എക്സ്പോണൻഷ്യൽ വന്നു. എക്സ്പോണൻഷ്യൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടേക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ ഓപ്പറേറ്റർ അല്ല, ബ്രാക്കറ്റ് ആണ്. അപ്പം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിലെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പുഷ് ചെയ്തു. നമ്മൾ എവിടെ എത്തി? ഇവിടെ എത്തി. നമ്മളപ്പോ അതും നമ്മൾ എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത്, ഇനി നമുക്കൊരു ക്ലോസിംഗ് ബ്രാക്കറ്റ്, നമ്മുടെ ഇവിടെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു. ഇവിടെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആയിരുന്നു, ഇവിടെ അതിന്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇനി നമ്മൾ ഈ ഇവിടെയുള്ള ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പോപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതും നമ്മൾ പോപ്പ് ചെയ്യുന്നു, ഇതും നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ ഇത് പോപ്പ് ചെയ്ത് ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഈ ബ്രാക്കറ്റുകൾ രണ്ടും നമ്മൾ ഒഴിവാക്കി. ഇത് പോപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് പോപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തു. ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനിയുള്ളത് പ്ലസ് ആണ്. പ്ലസ് ആവുമ്പോൾ പ്ലസ് ഇവിടേക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതെല്ലാം ഹയർ പ്രസിഡൻസ് ഉള്ള ആളാണ്, അപ്പോൾ അത് പാടില്ല. അപ്പൊ നമ്മൾ പ്ലസ് വന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി പോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പ്ലസിനേക്കാളും ഹയർ പ്രസിഡൻസ് ആണ് സ്റ്റാർ, നമ്മളത് പോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത് പോപ്പ് ചെയ്തു. പിന്നെ വന്നിരിക്കുന്ന ഡിവിഷൻ ആണ്, അതും നമ്മൾ പോപ്പ് ചെയ്തു. ബിക്കോസ് ഹയർ പ്രസിഡൻസ് ദാൻ അവർ പ്ലസ് ഓപ്പറേറ്റർ. വീണ്ടും ഒരു ഡിവിഷൻ വന്നു, അത് നമ്മൾ എന്ത് ചെയ്തു? പോപ്പ് ചെയ്യുന്നു, ബിക്കോസ് ഹയർ പ്രസിഡൻസ്. പിന്നെയും വന്നിരിക്കുന്ന ഒരു സ്റ്റാർ, അത് നമ്മൾ എന്ത് ചെയ്തു? പോപ്പ് ചെയ്തു, ഹയർ പ്രസിഡൻസ് ആണ്. പിന്നെ നോക്കുമ്പോൾ അപ്പൊ ഇതും നമ്മൾ പോപ്പ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിത് എറേസ് ചെയ്യാം, കാരണം നമ്മൾ ഓൾറെഡി പോപ്പ് ചെയ്തു, എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്തു. ഇനി നോക്കുമ്പോൾ പ്ലസ് ആണ് നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നത്, പ്ലസിനെയാണ്. അപ്പൊ പ്ലസും സെയിം പ്രസിഡൻസ് ആണ്. അതിപ്പോ കുഴപ്പമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇവിടെയുള്ള പ്ലസിനെ പോപ്പ് ചെയ്യല്ല വേണ്ടത്, പ്ലസിനെയും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അവിടെ എത്തി. ഇനി എൻ ആണ്. എൻ നമ്മൾ എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്തു.
സ്റ്റാർ വന്നു, സ്റ്റാർ ഹയർ പ്രസിഡൻസ് ആണ്, നോ പ്രോബ്ലം അറ്റോൾ. നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്നു എം അല്ലെ, എം. പിന്നെ വന്നിരിക്കുന്നു സബ്ട്രാക്ഷൻ ഇവിടെ വരാൻ പറ്റില്ല. സബ്ട്രാക്ഷൻ വന്നത് കാരണം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാറിനെ പോപ്പ് ചെയ്തു, ഇതിനെ പോപ്പ് ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ഇവിടെ ആഡ് ചെയ്തു. സ്റ്റാറിനെ നമ്മൾ പോപ്പ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ പ്ലസ് ആണുള്ളത്, പ്ലസ് സെയിം പ്രസിഡൻസ് ആണ്, അപ്പൊ നമ്മൾ സബ്ട്രാക്ഷനെയും കൂടെ ഇങ്ങോട്ട് പുഷ് ചെയ്യാണ് വേണ്ടത്. പിന്നെ നമ്മളിപ്പോ എവിടെ എത്തി, ഇവിടെ സബ്ട്രാക്ഷൻ എത്തി. പിന്നെ വന്നിരിക്കുന്നത് എൽ ആണ്. അതിനുശേഷം പിന്നെ വന്നു പ്ലസ് എന്താണ്, സെയിം പ്രസിഡൻസ് ആണ്, ആഡ് ചെയ്തു. പിന്നെ വന്നിരിക്കുന്നു കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സ്റ്റാക്കിൽ ബാക്കി ഉണ്ടെങ്കിൽ അതെല്ലാം പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് പ്ലസിനെ പോപ്പ് ചെയ്യുക, പിന്നെ സബ്ട്രാക്ഷൻ, അനദർ പ്ലസ്. സോ ഇതായിരുന്നു നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷൻ. നമ്മളെല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് ഇപ്പൊ എങ്ങനെ കിട്ടി, ഇതായിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് അല്ലെ. ഈ ഔട്ട്പുട്ട് അല്ല നമ്മുടെ ആക്ച്വൽ പ്രിഫിക്സ് എക്സ്പ്രഷൻ. ഈ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. കാരണം ഇതായിരുന്നു നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഇതിനെ റിവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്കാനിങ് ലെഫ്റ്റ് ടു റൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കിട്ടിയ ഔട്ട്പുട്ടിനെ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യണം, എന്നാലേ നമ്മളുടെ പ്രിഫിക്സ് എക്സ്പ്രഷൻ ആവുള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ട് കിട്ടിയ ഔട്ട്പുട്ട് അല്ല നമ്മുടെ പ്രിഫിക്സ് എക്സ്പ്രഷൻ, ഇതാണ് നമ്മുടെ പ്രിഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു.